നമസ്കാരം. ഇന്ത്യൻ ടെലികോം വിപണിയിൽ വലിയ കിട മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സ്വകാര്യ ടെലികോം കമ്പനികൾ അരങ്ങുവാണിരുന്ന ഭൂമികയിലേക്ക് BSNL കരുത്തോടെ ചുവടുകൾ വെച്ചതാണ് വിപണി മത്സരം രൂക്ഷമാക്കിയത്. ഇക്കഴിഞ്ഞ ജൂലൈയിൽ സ്വകാര്യ ടെലികോം കമ്പനികൾ നിരക്ക് വർധന വരുത്തിയതും BSNLന് നേട്ടമായി മാറി. കമ്പനിക്ക് നിരവധി പുതിയ ഉപയോക്താക്കളെ ലഭിച്ചു. എന്നാൽ ഈ സുവർണാവസരം BSNLന് പൂർണ്ണമായി പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്നില്ലെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. രാജ്യത്തെ സ്വകാര്യ ടെലികോം കമ്പനികളായ റിലയൻസ് ജിയോ, ഭാരതി എയർടെൽ, വോഡാഫോൺ ഐഡിയ എന്നിവയ്ക്ക് കഴിഞ്ഞ മാസങ്ങളിൽ വലിയ തോതിൽ ഉപയോക്താക്കളെ നഷ്ടമായിരുന്നു. ഇതേസമയം പൊതുമേഖലാ സ്ഥാപനമായ BSNL പുതിയ ഉപയോക്താക്കളെ തേടുകയാണ് ഉണ്ടായത്. സ്വകാര്യ ടെലികോം കമ്പനികളുടെ ചിലവേറിയ താരിഫ് പ്ലാനുകളാണ് ഉപയോക്താക്കൾ BSNLലേക്ക് ചുവടുമാറാൻ കാരണമെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ചിലവ് വളരെയധികം കൂടിയപ്പോൾ പല സ്വകാര്യ ടെലികോം കമ്പനി ഉപയോക്താക്കളും മൊബൈൽ നമ്പർ പോർട്ടബിലിറ്റി സേവനം പ്രയോജനപ്പെടുത്തി BSNLലേക്ക് ചുവടുമാറി. എന്നാൽ ഈ മാറ്റം ഹ്രസ്വകാലത്തേക്ക് മാത്രമായിരുന്നു എന്ന് കണക്കുകൾ സൂചന നൽകുന്നുണ്ട്. നിലവിൽ ഉപയോക്താക്കൾ തങ്ങളുടെ തീരുമാനം പുനഃപരിശോധിക്കുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ. BSNLലേക്ക് പോർട്ട് ചെയ്തെത്തിയവരിൽ പലരും വീണ്ടും സ്വകാര്യ ടെലികോം കമ്പനികളിലേക്ക് മടങ്ങി പോകുന്ന കാഴ്ചയാണ് നിലവിലുള്ളത്. ഇക്കഴിഞ്ഞ ജൂലൈയിൽ സ്വകാര്യ ടെലികോം കമ്പനികൾ നിരക്കുകൾ വർദ്ധിപ്പിച്ചപ്പോഴും BSNL താരിഫ് വർധന നടപ്പാക്കിയില്ല. സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ BSNLനെ അനുകൂലിച്ച ക്യാമ്പയിനുകൾ നടന്നതും കമ്പനിക്ക് കൂടുതൽ കസ്റ്റമേഴ്സിനെ ലഭിക്കാൻ സഹായകമായിരുന്നു. എന്നാൽ ഏതാനും മാസങ്ങൾക്കിപ്പുറം BSNL ഉപയോക്താക്കളിൽ പലരും കമ്പനിയുടെ സർവീസുകൾ മോശമാണെന്ന പരാതിയാണ് ഉന്നയിക്കുന്നത്. എല്ലാ സ്ഥലങ്ങളിലും കോളിംഗ് ഇന്റർനെറ്റ് സൗകര്യങ്ങൾ വേണ്ടവിധം പ്രവർത്തിക്കുന്നില്ല എന്ന പരാതി വ്യാപകമാണ്. ഇന്റർനെറ്റ് സ്പീഡിന്റെ കാര്യത്തിൽ സ്വകാര്യ ടെലികോം കമ്പനികളാണ് മെച്ചമെന്ന് വിലയിരുത്തലുകളും ഈ ഉപയോക്താക്കൾ നടത്തുന്നുണ്ട്. BSNL 5G സേവനങ്ങൾ ആരംഭിച്ചിട്ടില്ലെങ്കിലും 4G സേവനങ്ങൾ നിലവിൽ വേണ്ടവിധം പ്രവർത്തിക്കുന്നില്ല എന്ന പരാതികളുമുണ്ട്. ഗ്രാമപ്രദേശങ്ങളിൽ ഇത്തരം പ്രശ്നങ്ങൾ വ്യാപകമാണ്. ഇവിടങ്ങളിൽ ജിയോ, എയർടെൽ, വോഡാഫോൺ ഐഡിയ എന്നിവയിലേക്ക് തിരികെ പോകാനുള്ള പ്രവണത വർദ്ധിച്ചു വരുന്നതായും റിപ്പോർട്ടുകളുണ്ട്. സ്വകാര്യ ടെലികോം കമ്പനികളിൽ എയർടെൽ, ജിയോ എന്നിവിടങ്ങളിലേക്കാണ് കൂടുതൽ ഉപയോക്താക്കളും തിരിച്ചെത്തുന്നത്. അതേസമയം വോഡാഫോൺ ഐഡിയ BSNLലേക്ക് കൂടുമാറിയ തങ്ങളുടെ ഉപഭോക്താക്കളെ തിരികെ നേടുന്നതിന് കൂടുതൽ സമയമെടുക്കുന്നതായും റീറ്റെയിലേഴ്സ് പറയുന്നുണ്ട്. BSNLന് സമാനമായി തങ്ങളുടെ 5G നെറ്റ്വർക്കിന് തുടക്കമിടാനാണ് വോഡാഫോൺ ഐഡിയയും ശ്രമിച്ചത്. അതേസമയം ജിയോ, എയർടെൽ എന്നീ കമ്പനികളുടെ 4G നെറ്റ്വർക്ക് വോഡാഫോൺ ഐഡിയയേക്കാൾ വേഗത കൈവരിച്ചിരിക്കുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട്. അതേസമയം ജിയോ, എയർടെൽ എന്നിവർ 5G സേവനങ്ങളാണ് നൽകുന്നതെന്ന വ്യത്യാസമുണ്ട്. BSNL നിലവിൽ 4G സർവീസ് വ്യാപിപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. 2025 മാർച്ചോടെ രാജ്യത്തെ ടവറുകളുടെ ഇൻസ്റ്റാളേഷൻ പൂർത്തിയാകും. ചെറിയ മോഡിഫിക്കേഷൻ വരുത്തി ഇതേ ടവറുകളിലൂടെ 5G സേവനങ്ങളും നൽകാൻ സാധിക്കും. തങ്ങൾ അടുത്തൊന്നും നിരക്ക് വർധന വരുത്താൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് BSNL അറിയിച്ചിരുന്നു.